ഓക്കെ, ഇനി നമുക്ക് നോക്കാം സെറ്റ് ഓഫ് ലോസ് എഗെയിൻസ്റ്റ് ഇൻകം ലയബിൾ ടു ടാക്സ് ആൻഡ് നോട്ട് എഗെയിൻസ്റ്റ് എക്സംപ്റ്റഡ് ഇൻകം. ഓക്കെ, ഇനി ദ ലോസസ് മസ്റ്റ് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം ലയബിൾ ടു ടാക്സ് സബ്ജക്റ്റ് ടു ദി പ്രൊവിഷൻസ് ഡിസ്കസ്ഡ് ഏർലിയർ ആൻഡ് നോട്ട് എഗെയിൻസ്റ്റ് എക്സംപ്റ്റഡ് ഇൻകം. അതായത് ഇൻകം അല്ലെങ്കിൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് എക്സംപ്റ്റഡ് ഇൻകത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ടാക്സ് ലയബിൾ ആകാൻ സാധ്യതയുള്ള ഇൻകത്തുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു ഇൻകം ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, an assessee suffers a loss in his personal business and receives his share of an AOP's profit, which had already been taxed at ordinary rates in the hands of the AOP. അതായത് ഒരു അസസി, ആ അസസി അയാൾക്കൊരു പേഴ്സണൽ ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ അയാളൊരു AOP മെമ്പറാണ്. AOP എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, കുറച്ച് വ്യക്തികൾ ചേർന്നിട്ട് ഒരു ബിസിനസ് നടത്തുകയാണ്. അപ്പോൾ ആ AOP ഇയാളൊരു മെമ്പറാണ്, അതുപോലെ തന്നെ ഇയാൾ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുന്നുണ്ട്. ഇയാളുടെ പേഴ്സണൽ ബിസിനസ്സിൽ നിന്ന് ഇയാൾക്ക് ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. AOP നിന്ന് അയാൾക്ക് എന്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്? പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ കിട്ടിയിട്ടുണ്ട്. ആ പ്രോഫിറ്റുമേ അയാൾ ഓൾറെഡി എന്ത് ചാർജ് ചെയ്തിട്ടുണ്ട്? ടാക്സ് റേറ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം AOP അല്ലെങ്കിൽ BOI പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ടാക്സ് റേറ്റും സ്ലാബുകളും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അവരുടെ ടാക്സ് അസസ്മെൻറ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓൾറെഡി AOPന്ന് ഇയാൾക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിൻ്റെ ഷെയർ എന്ന് പറയുന്നത് റേറ്റ്സ്, ഓർഡിനറി റേറ്റ്സ് ഒക്കെ വെച്ചിട്ട് സ്ലാബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇയാൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദ ലോസ് ഇൻ പേഴ്സണൽ ബിസിനസ് ഇൻ സച്ച് കേസസ് ഷുഡ് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ദി അസസീസ് പേഴ്സണൽ ഇൻകം ഫ്രം പ്രോപ്പർട്ടി, ഇൻട്രസ്റ്റ് എക്സെട്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? AOPയിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി എന്ന് കരുതിയിട്ട് പേഴ്സണൽ ബിസിനസ്സിൻ്റെ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ആ പേഴ്സണൽ ബിസിനസ്സിൻ്റെ ലോസ് എവിടെ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ? ഇൻകം ഫ്രം അതർ പ്രോപ്പർട്ടിയോ ഇൻട്രസ്റ്റോ അങ്ങനെ ഉള്ളതൊക്കെ വെച്ചിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇഫ് ദർ ഈസ് സ്റ്റിൽ ലോസ് ഇറ്റ് ഷുഡ് ബി ക്യാരിഡ് ഫോർവേഡ് ഫോർ ബീയിങ് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഹിസ് ടാക്സബിൾ ബിസിനസ് ഇൻകം ഇൻ ദി സക്സീഡിങ് ഇയർ. ഇനി പേഴ്സണൽ ബിസിനസ്സിൻ്റെ ലോസ് ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടിയും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും ലോസ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നില്ല, സ്റ്റിൽ റിമൈൻ ആണ് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലോസ് ഫ്രം പേഴ്സണൽ ബിസിനസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. ഇലിസ്ട്രേഷൻ 2. ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2019-20. 2019-20 അസസ്മെൻറ്റ് ഇയറിലത്തെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് മിസ്റ്റർ എയുടെ. ഇനി അവിടെ തന്നിട്ടുണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എൻ AOP ടാക്സ് അറ്റ് നോർമൽ റേറ്റ്സ് 20,000. അതായത് AOPയുടെ പ്രോഫിറ്റ്, ഇയാൾ ഒരു AOPയുടെ മെമ്പറാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൽ നിന്ന് അവർ ബിസിനസ് നടത്തിയിട്ട് അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ ഇവിടെ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 20,000 ആണ്. ലോസ് ഫ്രം പേഴ്സണൽ ബിസിനസ് 15,000, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 5,000, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 4,000. ഇത്രയും തന്നിട്ടുണ്ട്. നമ്മളെടുത്ത് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2019-20. ആദ്യത്തെ ഹെഡ് ചെയ്ത ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. എത്രയാണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്? 5,000. നെക്സ്റ്റ് വരുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? AOP ഒരു ബിസിനസ്സാണ്, അതിൽ നിന്ന് നമുക്ക് 20,000 കിട്ടിയിട്ടുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ നമുക്ക് അവിടെ പേഴ്സണൽ ബിസിനസ്സിൽ നിന്ന് ലോസ് വന്നിട്ടുണ്ട്, ലോസ് ഫ്രം പേഴ്സണൽ ബിസിനസ്. ആ ഒരു എമൗണ്ട് 15,000 നമ്മൾ ഇന്നർ കോളത്തിലാണ് എഴുതിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ആ ഒരു പേഴ്സണൽ ബിസിനസ്സിൻ്റെ ലോസ് നമുക്ക് AOPയിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആ ഒരു ലോസ് ഫ്രം പേഴ്സണൽ ബിസിനസ്സിനെ ഇന്നർ കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഹെഡ് ചെയ്തിരിക്കുകയാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതർ സോഴ്സസിൽ ഏതാണ് വന്നിട്ടുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 4,000. അങ്ങനെ എല്ലാം കൂടി നമുക്ക് 29,000 കിട്ടുകയാണ്. അവർക്ക് അവിടെ 3 ഇൻകാണ് വന്നിട്ടുള്ളത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, AOP, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എല്ലാം കൂടിയിട്ട് 29,000 കിട്ടി. ഇനി നമുക്ക് അവിടെ ലോസ് ഉണ്ട്, പേഴ്സണൽ ബിസിനസ്സിൽ നിന്ന് ലോസ് വന്നിട്ടുണ്ട്. ആ ലോസ് സെറ്റ് ഓഫ് ചെയ്യാം. എവിടെ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം.
അല്ലാതെ എന്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല? AOP യിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് താഴെ ലോസ് ഫ്രം പേഴ്സണൽ ബിസിനസ് നമ്മൾ എത്രത്തോളം എഴുതിയിരിക്കുന്നത്? 9,000 എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് 9,000 കിട്ടിയിട്ടുള്ളത്? ഹൗസ് പ്രോപ്പർട്ടിയുടെ 5,000ഉം അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൻ്റെ 4,000ഉം കൂട്ടിയിട്ട് 9,000 മാത്രമേ നമുക്ക് ഈ ഒരു ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. 9,000 ലെസ് ചെയ്തു. അങ്ങനെ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നത് 20,000 ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്കറിയാം ആക്ച്വൽ ലോസ് വന്നിട്ടുള്ളത് 15,000 ആണ് അല്ലേ? ആ 15,000-ൽ 9,000 നമ്മൾ ഈ ഒരു വർഷം സെറ്റ് ഓഫ് ചെയ്തു. ഇനി അതിൽ ബാക്കി എത്രയും കൂടി ഉണ്ട്? 6,000 കൂടി ഉണ്ട് അല്ലേ? ഈ 6,000 നമുക്ക് ഇനി സക്സീഡിങ് ഇയേഴ്സ്, ഇനി മുൻപോട്ടുള്ള ഇയേഴ്സിൽ നമുക്ക് ഇൻകം കിട്ടുമ്പോൾ അത് വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, പക്ഷേ ഈ വർഷം നമുക്ക് 9,000 മാത്രമാണ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ക്ലിയറായി? ഇനി പറയുന്നതാണ് ക്യാപിറ്റൽ ലോസസ്. ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഷോർട്ട് ടേമും വരുന്നുണ്ട്, ലോങ് ടേമും വരുന്നുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ലോസസ് നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വെച്ചിട്ടും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വെച്ചിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഷോർട്ട് ടേം ലോസ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ഗെയിനും ഉപയോഗിച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ലോങ് ടേം ലോസ് ആണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ലോസ് ഓഫ് ലോട്ടറി, ക്രോസ്വേർഡ് പസിൽ, ഗാംബ്ലിംഗ്, കാർഡ് ഗെയിംസ് ഓർ ബെറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് അതേ പെർട്ടിക്കുലർ ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വേറൊരു ഇൻകത്തിൽ നിന്നും അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് പറയുന്നതാണ് ലോസ് ഓഫ് AOP ഓർ BOI. AOPയിൽ നിന്നോ BOIയിൽ നിന്നോ എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതർ ഹെഡിൽ നിന്നൊന്നും ഈ ഒരു ഇൻകത്തെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഈ AOP BOI എന്നൊക്കെ പറയുന്നത് വേറൊരു കാറ്റഗറിയാണ് അല്ലേ? നമ്മളുടെ ഈ ഒരു ഹെഡിൽ വരുന്ന കാര്യങ്ങളൊന്നുമല്ല, ഈ 5 ഹെഡിൽ വരുന്നൊരു കാര്യമൊന്നുമല്ല ഈ ഒരു AOP അല്ലെങ്കിൽ BOI എന്ന് പറയുന്നത്. അതൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജോണറാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സെറ്റ് ഓഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം കൂടി പറയാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം: മിസ്റ്റർ A സബ്മിറ്റ്സ് ദ ഫോളോവിങ് ഇൻഫർമേഷൻ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 18-19 അല്ലെങ്കിൽ 19-20. കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ കുറച്ച് ഇൻഫർമേഷൻസ് അവിടെ തന്നിട്ടുണ്ട്. ഇൻകം ഫ്രം സാലറി 2,42,000, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി A 33,000, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി B 40,000, ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് 10,000, പ്രോഫിറ്റ് ഫ്രം കയർ ബിസിനസ് 1,40,000, ലോസ് ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് 80,000, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 10,000, long term capital gain on sale of gold 3 lakh, long term capital loss on sale of building 1,30,000, interest on government securities 40,000. കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം. നമ്മുടെ അടുത്ത് ഇത്രയും ഐറ്റംസ് തന്നിട്ടുണ്ട്. ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയണം ഏതൊക്കെ ഹെഡിൽ നിന്നാണ് ഏതൊക്കെയാണ് കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുക ഇൻകം, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ആദ്യത്തെ ഹെഡ് ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം സാലറിയിൽ എത്രത്തോളമാണ് വരുന്നത്? 2,40,000. ഇനി അവിടെ നോക്കുക വേറെ ഏതൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രോപ്പർട്ടീനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പ്രോപ്പർട്ടിയിൽ നോക്കുക, അവിടെ ഇൻകം വരുന്നുണ്ട്, ലോസും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് അവിടെ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നാലും അവിടെ ഒരു ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അത് പോട്ടെ. നെക്സ്റ്റ് വരുന്നതാണ് സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ലോസ് വരുന്നുണ്ട്. ആ ലോസ് എവിടെ നിന്ന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ? സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി അവിടെ ബിസിനസ്സിൽ നിന്ന് ഇൻകം വരുന്നുണ്ട്, ലോസ് വരുന്നുണ്ട്, നമുക്കത് അവിടെ സെറ്റ് ഓഫ് ചെയ്യാം. ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട്. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും വരുന്നുണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ലോസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ലോങ് ടേം വെച്ചിട്ട് തന്നെ ആ ലോസും ഗെയിനും സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 2,42,000. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി A എത്രയാണ്? 33,000 മൈനസ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി B 40,000. അപ്പോൾ നമുക്ക് അവിടെ മനസ്സിലായി -7,000 ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഹൗസ് പ്രോപ്പർട്ടിയിൽ വന്നിട്ടുള്ള ലോസ്.
ഓക്കെ. അപ്പോൾ എയിലുണ്ടായിരുന്ന ഇൻകം വെച്ചിട്ട് നമ്മൾ ബിയുടെ ലോസ് സെറ്റ് ഓഫ് ചെയ്തു. എന്നിട്ടും അവിടെ ലോസ് നിന്നു. ആ ലോസ് നമുക്ക് എവിടെ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും? ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ഒരു 7,000നെ നമ്മൾ ഔട്ടർ കോളത്തേക്ക് -7,000 എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ കാരണം. അത് എവിടെ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും? ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെയിം ഹെഡിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടും ലോസ് ഉണ്ടെങ്കിൽ ആ ലോസിനെ നമുക്ക് അതർ ഹെഡിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ്? ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്തു, എന്നിട്ട് നമുക്ക് ലോസ് ഉണ്ടായി. ആ ലോസിനെ നമ്മൾ എവിടെ നിന്ന് സെറ്റ് ഓഫ് ചെയ്യുന്നു? ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യുന്നു. ഓക്കെ. ഇനി നെക്സ്റ്റ് ഹെഡാണ് ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് 10,000. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്പെക്കുലേഷൻ ബിസിനസ്സിൻ്റെ ലോസ് നമുക്ക് സ്പെക്കുലേഷൻ ബിസിനസ്സിൻ്റെ ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ -10,000 എന്ന് പറഞ്ഞിട്ട് ഇന്നർ കോളത്തിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി പിന്നീട് അങ്ങോട്ടുള്ള 8 വർഷങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻകം വെച്ചിട്ട് നമുക്ക് ഈ ഒരു 10,000 സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. പക്ഷേ കറൻ്റ്ലി നമുക്ക് അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് വരുന്നതാണ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. കയർ ബിസിനസ്സും വരുന്നുണ്ട്, അവിടെ ടെക്സ്റ്റൈൽ ബിസിനസ്സും വരുന്നുണ്ട്. കയർ ബിസിനസ് എത്രയാണ് വരുന്നത്? 1,40,000 മൈനസ് ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്ന് വന്നിട്ടുള്ള ലോസ് എത്രയാണ്? 80,000. സോ ഔട്ടർ കോളത്തേക്ക് 60,000. അതിലിനി വേറെ ലോസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് 60,000 ചെയ്തു. ഇനി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് അവിടെ വന്നിട്ടുണ്ട് 10,000. നമ്മളത് അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് എഴുതി, വേറെ ലോസ് ഒന്നുമില്ല. നെക്സ്റ്റ് വരുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട്. ഗെയിൻ 3 lakh ആണ്. നമുക്ക് അവിടെ ലോസ് വന്നിട്ടുള്ളത് 1,30,000 ആണ്. അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി 1,70,000 ആണ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 40,000 ആണ്. അതായത് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിലാണ് ഈ ഒരു ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വരുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലായ അത് 40,000 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാ ഹെഡുകളും വന്നു. ഹൗസ് പ്രോപ്പർട്ടി വന്നു, സാലറി വന്നു, ക്യാപിറ്റൽ ഗെയിൻ വന്നു, ബിസിനസ് വന്നു, അതർ സോഴ്സ് വന്നു. അപ്പോൾ എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈസിയർ ആയിട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാം. 5,15,000. ഇനി അവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് സാലറിയിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇനി ബിസിനസ്സിലെ നമുക്കിവിടെ ലോസ് വന്നു എന്ന് വിചാരിക്കുക. പ്രോഫിറ്റ് നെറ്റ് എമൗണ്ട് വരുന്നതിന് പകരം ലോസാണ് വന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരിക്കലും സാലറിയിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഓർത്തു വെക്കണം. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ദ ഫോളോവിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം ആർ അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് മിസ്റ്റർ പാട്ടേൽ ഓഫ് മഹാരാഷ്ട്ര. കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം. പാട്ടേലിൻ്റെ കുറച്ച് ഇൻഫർമേഷൻസ്, ഇൻകത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 12,000, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് 3,000, ഇൻകം ഫ്രം ക്ലോത്ത് ബിസിനസ് 1,90,000, സ്പെക്കുലേഷൻ ലോസ് 40,000, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 50,000, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 40,000, ലോസ് ഫ്രം സ്മോൾ സ്കെയിൽ ബിസിനസ് 80,000. ഇത്രയും തന്നിട്ടുണ്ട് നമ്മളുടെ അടുത്ത്. എന്താണ്? കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഏകദേശം ഒരു ധാരണയിലെത്തണം. നോക്കുക, ഇവിടെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അവിടെ ഗെയിൻ ഒന്നുമില്ല, അപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനില്ല. ഇൻകം ഫ്രം അതർ സോഴ്സസ് 3,000 പറയുന്നുണ്ട്. ഇനി ക്ലോത്ത് ബിസിനസ്സിൽ നിന്ന് 1,90,000 നഷ്ടം വന്നിട്ടുണ്ട്, ഇൻകം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ബിസിനസ്സിൽ നിന്ന് നമുക്ക് അവിടെ നഷ്ടം വന്നിട്ടുണ്ട് 80,000. അപ്പോൾ നമുക്കത് അവിടെ സെറ്റ് ഓഫ് ചെയ്യാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ അവിടെ സ്പെക്കുലേഷൻ ലോസ് വരുന്നുണ്ട്, അത് സ്പെക്കുലേഷൻ ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ആദ്യം നമ്മൾ എഴുതുന്നു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം അല്ല, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ നിങ്ങളവിടെ ആൻസറിൽ ആ ഒരു ഇൻകം എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ ലോസ് എന്നാക്കി മാറ്റണം. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ് നമുക്ക് വന്നിട്ടുള്ള ലോസ്? 12,000. ആ ഒരു 12,000നെ നമ്മളിവിടെ കാണിക്കുന്നു, ഔട്ടർ കോളത്തേക്ക് കാണിക്കുന്നു. -12,000 എന്ന് പറഞ്ഞിട്ട് തന്നെ കാണിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ബിസിനസ് ഫ്രം ക്ലോത്ത്. ക്ലോത്ത് ബിസിനസ്സിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് എത്രത്തോളമാണ്? 1,90,000. ഇനി നമുക്കറിയാം സ്മോൾ സ്കെയിൽ ബിസിനസ്സിൽ നിന്ന് നമുക്ക് അവിടെ ലോസ് വന്നിട്ടുണ്ട്, അത് നമ്മളിവിടെ സെറ്റ് ഓഫ് ചെയ്യുന്നു. ലെസ് ലോസ് ഫ്രം സ്മോൾ സ്കെയിൽ ബിസിനസ് 80,000. അങ്ങനെ ഔട്ടർ കോളത്തേക്ക് 1,10,000. ഇനി അടുത്ത് വരുന്നതാണ് സ്പെക്കുലേഷൻ ലോസ്. സ്പെക്കുലേഷൻ ലോസ് നമുക്ക് ഇന്നർ കോളത്തിൽ തന്നെ എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ സ്പെക്കുലേഷൻ ഇൻകം ഒന്നുമില്ല, നമുക്കതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു 40,000 ഇന്നർ കോളത്തിൽ തന്നെ എഴുതി. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് വരുന്നുണ്ട്. അത് നമുക്ക് എവിടെ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം അല്ലേ. അപ്പോൾ എഴുതുക ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? 40,000 ആണ്. മൈനസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് 50,000. അപ്പം അതായത് 10,000 ലോസ് തന്നെയാണ്. ആ ലോസ് നമുക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് -10,000 ഇന്നർ കോളത്തിൽ തന്നെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആകെ കിട്ടിയിട്ടുള്ള ഇൻകം എത്ര മാത്രമാണ്? ഈ ഒരു ബിസിനസ് ഇൻകം മാത്രമാണ്. ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് ലോസ് ആണ്. പിന്നെയുള്ള സ്പെക്കുലേഷൻ ലോസിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നമുക്കതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ ഔട്ടർ കോളത്തേക്ക് കാണിക്കാത്തത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻകം ഫ്രം അതർ സോഴ്സ്, അതായത് ഇൻകം ഫ്രം ക്ലോത്ത് ബിസിനസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആണ് നമ്മളുടെ ഈ ഒരു ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ളതിൽ കാണിക്കുന്നത്. അത് എത്രയാണ്? 3,000. അപ്പോൾ അതും നമ്മൾ എഴുതി. അങ്ങനെ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 1,10,000 പ്ലസ് 3,000 മൈനസ് 12,000 എന്ന് പറയുമ്പോൾ 1,01,000 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് ഓഫിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരിക. ഓക്കെ, താങ്ക് യു.